മാലാഖമാർ സമരത്തിലേക്ക്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർ ഏറെ കാലമായി കഠിന ജോലി ഭാരവും കുറഞ്ഞ ശമ്പളത്തിലുമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരിൽ ചില നേഴ്സ് സംഘടനകൾ ഒരു സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ സമരത്തിന് നേതൃത്വം നൽകുന്നത് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന സംഘടനയാണ്. എന്തൊക്കെയാണ് അവരെ ഈ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ കുറഞ്ഞ ശമ്പളമാണ് ആദ്യത്തേത്. രണ്ടാമത് അധിക സമയം ജോലി ചെയ്യല്, ജോലി ഭാരം വളരെ വളരെ കൂടുതലാണ്. 3 അതായത് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലെ അവരുടെ സുരക്ഷിതത്വത്തിന് കുറവ്. ഇത് 3ഉമാണ് അവർ മുന്നോട്ട് നയിക്കുന്ന കാരണങ്ങൾ. ഇനി ഇത് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യത്തെ കാരണം കുറഞ്ഞ ശമ്പളമാണ് നമ്മൾ പറഞ്ഞത്. കാരണം സ്വകാര്യ ആശുപത്രികളിൽ നേഴ്സുമാർക്ക് പൊതുവെ ശമ്പളം കുറവാണ്. പിന്നെ പുതുതായിട്ട് ട്രെയിനീസ് ആയിട്ട് വരുന്ന നേഴ്സുമാരുടെ കാര്യം പറയേണ്ടല്ലോ. 10,000 മുതൽ 20,000 രൂപ വരെയാണ് അവർക്ക് ശമ്പളം. ഇതിൽ നിന്നൊരു വർധനവ് ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഏറെ കാലമായി അവർ പറയുന്നതും ഈ ഒരു വർധനവ് തന്നെയാണ്. ഇനി രണ്ടാമത്തത് അധിക ജോലി ഭാരം. ദിവസത്തിൽ 8 മണിക്കൂർ ജോലി സമയമാണ് നിയമപരമായി അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഇവരുടെ ഡ്യൂട്ടി സമയം 10-12 മണിക്കൂർ കഴിഞ്ഞു പോകും. ചില സമയങ്ങളിൽ ഡ്യൂട്ടി ഇടുന്നത് വളരെ അധിക സമയമാണ്. ഇത് വളരെ വളരെ ഇവർക്ക് ദുരിതമാണ് ഉണ്ടാവുക. 3 സുരക്ഷയും സൗകര്യങ്ങളും കുറവ്. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വിശ്രമിക്കാനുള്ള ഇടവേളകളിൽ പോലും മര്യാദയ്ക്ക് വിശ്രമിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ. സുരക്ഷിതത്വത്തിനും കുറവ്. ഇതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന 3 ആരോപണങ്ങൾ. ഇത് ന്യായമായ ആരോപണങ്ങളല്ലേ? ഇത് ഇവർക്ക് വേണ്ടതല്ലേ? ഇവർക്കെന്നല്ല, സാധാരണ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും വേണ്ട കാര്യങ്ങളല്ലേ ഇത് 3ഉം. സുരക്ഷിതത്വം നമുക്ക് ആവശ്യമാണ്. കറക്റ്റ് സമയത്ത് വർക്ക് നമുക്ക് ആവശ്യമാണ്. മെഡിക്കൽ ഫീൽഡാണ്, നമുക്കറിയാം. 8 മണിക്കൂർ തന്നെ ഇറങ്ങി പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. എന്നാൽ 10-12 മണിക്കൂർ സ്ഥിരമായി ജോലി ചെയ്യേണ്ടി വരുമ്പോൾ അവസ്ഥ വളരെ കഠിനം തന്നെയാണ്. 3 ശമ്പളക്കുറവ്. 10,000-നും 20,000-നും സ്ഥിരമായി വർക്ക് ചെയ്യുകയും ഈ അധിക ഭാരം കാരണം ഈ അധിക സമയം എക്സ്ട്രാ എടുത്ത് വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് വരുന്ന ഒരു വർക്ക് പ്രഷർ ഉണ്ട്. ഇതെല്ലാം ആരോട് പറയാനാണ് അല്ലെ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ 3 കാരണങ്ങൾ ഉന്നയിച്ച് തന്നെ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ കണ്ടു, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ, ആസ്ട്ര മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ നഴ്സുമാരുടെ സമരം നമ്മൾ കണ്ടു. അവിടുത്തെ മാനേജ്മെന്റ് പ്രതികരണവും നമ്മൾ കണ്ടു. അതിനെ നമുക്ക് ഏറ്റവും പുതുതായിട്ട് നമുക്ക് ലഭിച്ച ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ട്രെയിനീസിന്റെ പ്രതികരണം കൂടി നമുക്ക് കണ്ടിട്ട് വരാം. നിങ്ങളൊക്കെ ജോലിക്ക് വരുമല്ലോ, അത് ചെയ്യാനൊരു മാന്യതയുണ്ട്. നിങ്ങൾ സർക്കാർ നിശ്ചയിച്ച ശമ്പള സ്കെയില് കേരള സർക്കാർ ഒരു നിശ്ചിത ശമ്പളം സ്വകാര്യ ആശുപത്രിയിൽ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അവർക്ക് പലപ്പോഴും അത് കിട്ടിയിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതിയിൽ വരെ ഇവർ കേസ് ഫയൽ ചെയ്താണ്. അവിടുന്ന് ഒരു വിധി പോലെ വന്നതാണ്, അതായത് ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട്. എന്നാൽ പല സ്വകാര്യ ആശുപത്രികളും ഇപ്പോഴും 10ഉം 20ഉം ശമ്പളത്തിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇവിടെ മാത്രം ശമ്പളം വർദ്ധിക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ പ്രതിഷേധം നടക്കുന്ന നേഴ്സുമാർക്കെതിരെ ഗുണ്ടായിസം വരെ നടക്കുന്നുണ്ട്. ഗുണ്ടകളുടെ ആക്രമണം ഒരു സൈഡില്, മാനേജ്മെന്റ് ആക്രമണം മറു സൈഡില്. ഈ സംഭവത്തിന് ശേഷം പോലീസ് സംഭവ സ്ഥലത്തെത്തി കുറച്ചു പേരെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മാനേജ്മെന്റ് ഇത് പൂർണ്ണമായിട്ടും നിഷേധിച്ചിരിക്കുകയാണ്. തങ്ങളുടെ അറിവോ സംഭവത്തോടു കൂടിയല്ല ഈ ഒരു ഗുണ്ട വിളയാട്ടം നടന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സംഭവം നമ്മൾ കണ്ടതാണ്. മാനേജ്മെന്റിന്റെ അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ. അയാൾ എടുത്തെടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ഇവിടെ തന്നെയാണല്ലോ ജോലിക്ക് വരുന്നതെന്ന്. അതൊരു ഭീഷണിയുടെ സ്വരം തന്നെയല്ലേ? ഇത്രയും പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് അവിടെയുള്ള നേഴ്സുമാരോട് ഇങ്ങനെ സംസാരിക്കാമെങ്കിൽ അവർക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവർക്ക് കൊടുക്കാനുള്ളത്? ഇതാണ് നമ്മളുടെ ചോദ്യം. നേഴ്സുമാരുടെ സമരം ഇപ്പോഴും 2-3 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം അവര് ഹോസ്പിറ്റലിന് മുന്നിലാണ് സമരം ചെയ്തെങ്കിൽ ഇപ്പോൾ അവർ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങി സമരം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ആ വീഡിയോ കൂടി കണ്ടിട്ട് വരാം.
വിഷയത്തിൽ സമൂഹത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരഭിപ്രായം എന്ന് വെച്ചാൽ നേഴ്സുമാരുടെ സമരം ന്യായമായ കാര്യമാണ്. കാരണം അവർക്ക് വേതനം കൂട്ടുക എന്നത് അത്രയ്ക്കും മിനിമം ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയേറെ സമയം വർക്ക് ചെയ്യുന്നു, 10-12 മണിക്കൂർ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. മാത്രമല്ല രോഗികളുടെ അവസ്ഥ, രോഗികളെ പരിചരണം, ഇതെല്ലാം ഒരു സാധാരണമായ ഒരു വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഈ സമരം ന്യായമായ സമരമാണ്. മറ്റൊരു വിഭാഗം പറയുന്നത് ഇവരെ സമരത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ രോഗികളുടെ അവസ്ഥ എന്താണ്, രോഗികളുടെ കാര്യം ആര് നോക്കും, അതൊരു തടസ്സമാകില്ലേ എന്നാൽ. ശരിയായിരിക്കാം, തടസ്സമാകും. പക്ഷെ അവരുടെ ജോലിയുടെ കാര്യം അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരാണ് ഉയർന്നു വരിക? രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് നേഴ്സുമാർ. അവർ ആവശ്യപ്പെടുന്ന ആഡംബര ജീവിതമല്ല, മറിച്ച് അവരുടെ വേതനമാണ് കൂട്ടണമെന്ന് ആവശ്യപ്പെടുന്നത്. അവർക്ക് സുരക്ഷിതത്വമാണ് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളും അവർ ഈ സമരം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നമുക്ക് വരും ദിവസങ്ങളിൽ അവർക്ക് നീതി ലഭിക്കുമോ എന്ന് നമുക്ക് നോക്കാം. കേരള സർക്കാരും മാനേജ്മെന്റും കൂടി ആലോചിച്ച് നമ്മുടെ മാലാഖമാർക്ക് അനുകൂലമായ ഒരു വിധി പറയുമോ എന്ന് നമുക്ക് ആലോചിക്കാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.